सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणयायै प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति। हृदि विषमनसा स्वं चिन्वदामज्जदा वा पवनचलनरोधादात्मनिष्ठो भवत्वम्। शारदा शारदाम्भोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात्। ध्यायतो विषयान् पुंसः सङ्गस्तेषूपजायते संगाद संजायते कामः कामात् क्रोधोऽभिजायते क्रोधाद् भवति सम्मोहः सम्मोहाद् स्मृतिविभ्रमः स्मृतिभ्रंशाद् बुद्धिनाशः बुद्धिनाशात् प्रणश्यति। ഭഗവാൻ അർജുനന് നമ്മുടെ ജീവിതത്തിലുണ്ടാവണ പതനത്തിൻ്റെ അതിസൂക്ഷ്മമായ രഹസ്യത്തെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാഖ്യയോഗത്തിൽ ഈ രണ്ട് ശ്ലോകത്തിനും വലിയ പ്രസക്തിയുണ്ട്. അതിലൊരു ജീവന്റെ പതനക്രമം എങ്ങനെയാണെന്നാണ് ഭഗവാൻ ഇതിൽ വിവരിക്കണത്. ഏതൊരു ജീവനാണോ ആത്മധ്യാനത്തെ വിട്ടിട്ട് അല്ലെങ്കിൽ ഉപാസനയെ വിട്ടിട്ട് സദ്ഗ്രന്ഥങ്ങളെ കൈവിട്ട് ശാസ്ത്രത്തെ കൈവിട്ട് ധർമ്മത്തെ കൈവിട്ട് വിഷയങ്ങളെ ധ്യാനിക്കണത് എന്ന് വെച്ചാൽ ഈ കാണപ്പെടുന്ന പ്രകൃതിയിൽ ഏതെങ്കിലും ഒന്നിനോട് പോയി ഒരു അറ്റാച്ച്മെന്റ് വയ്ക്കണതോ ആ വയ്ക്കണതിൻ്റെ പരിണിത ഫലമായിട്ട് വലിയൊരു സംഘം ഉണ്ടാവുന്നു. സംഘം മീൻസ് അറ്റാച്ച്മെന്റ്, വിടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഭാവം ഉള്ളിൽ ക്രിയേറ്റ് ആവണം. ആ സംഘം വിൽ ലീഡ്സ് ടു കാമം, ആസക്തി. അതില്ലാതെ പറ്റില്ല, വിടാൻ പറ്റാത്തതുപോലെ. അപ്പോൾ ആ കാമം കിട്ടാതെ വരുമ്പോൾ, ഈ അറ്റാച്ച്മെന്റിന് എന്തെങ്കിലും പ്രതിബന്ധം വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്താൽ അത് തടസ്സപ്പെടുമ്പോൾ, ദാറ്റ് കാമം വിൽ ലീഡ്സ് ടു ക്രോധം, കോപം ഉണ്ടാവും. അതെന്തെന്നറിയാൻ പറ്റില്ല, അത് ആരെടുത്തൊക്കെ കോപം കാണിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധത്തിൽ നിന്നും സമ്മോഹം ഉണ്ടാവും. ഇതൊരു പതനക്രമമാണ് ഭഗവാൻ, ഒരു പ്രോസസ്സാണ് പറയണത്, വളരെ സൂക്ഷ്മമായ പ്രോസസ്. സമ്മോഹം ഉണ്ടാവും. സമൂഹം വരണ സമയത്ത് എന്താ ചെയ്യേണ്ടത്, എന്താ പ്രതികരിക്കേണ്ടത്, എവിടെ നല്ലത് പറയണം, എവിടെ ചീത്ത പറയണം, ഒന്നുമേ അറിയാതെ ഡിസ്ലൊക്കേറ്റഡ് ആയി മാറണു. ഒരു ഓർഡർ പോയിരിക്കണു, ഡിസോർഡർ ആവണു. സമൂഹാത് സ്മൃതി വിഭ്രമ, ആ ഡിസോർഡർ ലൈഫ് ആർക്ക് വരണോ അവന് സ്മൃതി പോയി, അവൻ എന്തു വേണം എന്നുള്ള ചിന്തയൊക്കെ പോയി, അവൻ്റെ ലക്ഷ്യബോധത്തെ അങ്ങോട്ട് മാറണം.
എന്തിനാണ് അവൻ ഇവിടെ വന്നത് എന്നുള്ളതിൻ്റെ ഒരു ആകെ തുകയൊക്കെ അവൻ മറന്നുപോയി. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. ആർക്കാണോ ലക്ഷ്യബോധമില്ലാത്തത്, ഭഗവാൻ ഗീതയില് ഈ അധ്യായത്തിൽ തന്നെ മുമ്പ് പറഞ്ഞു, വ്യവസായാത്മികാ ബുദ്ധി, ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ബുദ്ധിയില്ലാത്തവൻ നാശത്തിലേക്ക് പോകും. ആ ദൃഢനിശ്ചയമായിട്ടുള്ള ബുദ്ധി വേണം, അത് സ്മൃതി വേണം, ലക്ഷ്യം വേണം ജീവിതത്തിൽ, അല്ലേ? ഇത് കാണുമ്പോൾ അത് വേണം തോന്നും, അത് കാണുമ്പോൾ ഇത് വേണം തോന്നും, ഈ സ്വാമിയെ കാണുമ്പോൾ ഈ സ്വാമി വേണം തോന്നും, ആ സ്വാമിയെ കാണുമ്പോൾ ആ സ്വാമി വേണം തോന്നും, തിങ്കളാഴ്ച ഈ സ്വാമി, ചൊവ്വാഴ്ച ഈ സ്വാമി. ഇത് ഭ്രംശമാണ്, ഇത് ഭ്രമയാണ്. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. അങ്ങനെ വരുമ്പോൾ ബുദ്ധിനാശം ഉണ്ടാവും, ഓർമ്മ നിൽക്കില്ല, പേര് മറന്നു പോവും, വീട് മറന്നു പോവും, സ്ഥലം മറന്നു പോവും, സാഹചര്യം മറന്നു പോവും, പലതും മറന്നു പോവും, ബന്ധുജനങ്ങളെ മറന്നു പോവും, സ്വജനങ്ങളെ മറന്നു പോവും. ബുദ്ധിനാശാത് പ്രണശ്യതി. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു ജീവൻ നാശത്തിലേക്ക് പോകുന്നത്. പ്രണാശം, സർവ പ്രണാശം. അപ്പൊ സർവനാശത്തിന് കാരണമായിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വിഷയധ്യാനമാണ്. വളരെ അധികം നമ്മൾ വിശദമായിട്ട് വിചാരം ചെയ്യണം. പലർക്കും തോന്നും ഈ ജീവിതം, ലൈഫൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ ഇടുന്നുണ്ട് പലരും. ഒന്നിനെ നമ്മൾ നിഷേധം ചെയ്യേ വേണ്ട, നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ വന്നു. അപ്പോൾ ഭഗവാൻ ഈ തത്വങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ കേൾക്കാനൊന്നും ഇല്ലല്ലോ, ഇത് നടക്കണ കാര്യമില്ലേ, ഇതിപ്പോ ഇതിന് അധികമായിട്ടൊന്നും ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ കേൾക്കണതെന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ரொம்ப நல்லா இருக்கு, കേൾക്കവേ വേണ്ട, നിനക്ക് തൃപ്തി ഇരിക്കാ, നീ കേൾക്കേ വേണ്ട, നല്ല ആശയം, നീ കേൾക്കേ വേണ്ട, നിനക്ക് തൃപ്തി ഉണ്ടോന്ന് ചോദിച്ചു. തൃപ്തിയില്ല, തൃപ്തിയില്ല ഭഗവാനെ. അപ്പൊ കേള്. അപ്പൊ ഇത് കേക്ക 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 ഉള്ളിൽ തൃപ്തി വരും നമുക്ക്. വിഷയധ്യാനത്തെ നമ്മൾ വിടും, അല്ലെ? സത്സംഗത്വേ നിസ്സംഗത്വം. നിസ്സംഗം വരാൻ ഒരേ ഒരു മാർഗമേ നമ്മുടെ മുന്നിലുള്ളൂ, സത്സംഗം. വേറെ ഒരു മാർഗത്തിനും നമ്മളെ രക്ഷിക്കാൻ പറ്റേയില്ല. സത്സംഗം എന്ന് പറയുന്നത് സത്തിനോടുള്ള സംഘം. ഈ സംസാരമൊന്നും അല്ല, ഈ പ്രഭാഷണമൊന്നും കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് നിസ്സംഗഭാവമൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. സത്സംഗം എന്ന് പറയുന്നത് പ്രഭാഷണമല്ല, സത്സംഗം എന്ന് പറയുന്നത് ഭജനയല്ല. എന്നാൽ അത് ഭജനയും സത്സംഗമാണ്, പ്രഭാഷണവും സത്സംഗമാണ്. വാസ്തവത്തില് സത്തിനോട് ആര് സംഘം ചെയ്യാൻ ഉതകണത്, ഇതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത്. എന്ന് വെച്ചാ സത്സംഗത്തിന്റെ ഫലം എന്താണ്? സത്തിനോട് സംഘം ചെയ്ത്. സദ്വസ്തു എന്ന് പറയുന്നത് ആത്മാ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. സത്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. ഒരു കാലത്തും നശിക്കാത്ത ഒരു പൊരുളിലേക്ക് സംഘം ചേരല, അറ്റാച്ച് ടുവേർഡ്സ് ദാറ്റ് സത്വസ്തു. ഇതാണ് സത്സംഗം. ഈ സത്സംഗത്തിൽ നമ്മൾ ഇരുന്നാൽ പൊതുവെ വെളിയിലുള്ള ആ അറ്റാച്ച്മെന്റ് പതുക്കെ ഡിറ്റാച്ച്ഡ് ആവും, വേറെ വഴിയേ ഇല്ല. അതിന് ഹെൽപ്ഫുള്ളാണ് ഈ പ്രഭാഷണവും ഭഗവത് നാമ സങ്കീർത്തനവും ഉപാസനയും ഒക്കെ. ഇറ്റ്സ് ഓൾ ഹെൽപ്ഫുൾ ടു ദാറ്റ് സ്റ്റേറ്റ്. ഇത് കൊണ്ട് വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സത്സംഗം കൊണ്ട് ജീവൻ മുക്തി, അല്ലെങ്കിൽ പ്രഭാഷണം കൊണ്ട് ജീവൻ മുക്തി ഇല്ല. ഉപനിഷത്തെ പറയണത് ന്യായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുനാശ്രുതേന. ഒരുപാട് കേട്ടതുകൊണ്ടോ ബുദ്ധിയുടെ പ്രായോഗികത തലത്തിൽ വർദ്ധിച്ചതുകൊണ്ടോ പ്രവചനം പ്രഭാഷണങ്ങളൊക്കെ കേട്ടതുകൊണ്ടോ വചനങ്ങൾ കേട്ടതുകൊണ്ടോ ഒന്നും ലഭിക്കില്ല ഈ സ്ഥിതി. യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ആരാണോ ഈ ആത്മാവ് തന്നെ മതി, ഇനി ആത്മസാക്ഷാത്കാരമല്ലാതെ വേറെ വഴിയേ എനിക്കില്ല എന്ന് സത്യബുദ്ധിയോടുകൂടി, നിശ്ചയബുദ്ധിയോടുകൂടി, വ്യവസായാത്മിക ബുദ്ധിയോടുകൂടി ഇരിക്കണോ, അവന് ഇതിനെ കിട്ടണു. എങ്ങനെ കിട്ടണു? ആത്മാവ് അവനെ വരിക്കണു. അക്ഷരമണമാലയിൽ ഒരു പാട്ട് ഇതുപോലെ വരും.
ஷாப்பாடு உன்னை ശാന്ത ഉണവായായി ശാന്തമായി പോവൻ അരുണാചല. വലിയൊരു ശാപ്പാടാണ്, വലിയൊരു ശാന്തിയുടെ ധാമമാണ്. ഭഗവാനെ എനിക്ക് വേണമെന്ന് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ എന്നെ പിടിച്ച് വിഴുങ്ങി അത്രേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ ശാന്തമായി പോവൻ അരുണാചല. അതോടെ അങ്ങോട്ട് ഭഗവാൻ വിഴുങ്ങിയപ്പോൾ ഭഗവാനിൽ ഒരു അംശമായി മാറിയപ്പോൾ there is no obstacle, there is no പ്രതിബന്ധം, ഒന്നുമേ ഇല്ല. ശാന്തി സഹജസ്വരൂപമായിട്ട് വരും. അപ്പൊ വിഷയത്തിലേക്ക് ധ്യാനം ചെയ്യും തോറും നമ്മൾ പതനത്തിലേക്ക് പോകുന്നു. ആ പതനം നമുക്ക് തിരിച്ച് കയറി വരാൻ വലിയ പാടാണ്, പ്രതിബന്ധമാണ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിലീറ്റ് ദാറ്റ് വിഷയ ആസക്തി. വിഷയങ്ങളെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻസ്റ്റാൾ ഭഗവാൻ. ദാറ്റ് ഇൻസ്റ്റാളേഷൻ ഈസ് ഉപാസന. ഭഗവാന് ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യണതാണ് ഉപാസന. ആ ഉപാസനയില് നമ്മൾ നല്ലവണ്ണം ഇരുന്നല്ലേ. ഇന്നലെ വരെ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമിനേക്കാളും നല്ലൊരു ഗെയിം കിട്ടിയപ്പോൾ മറ്റേ ഗെയിമിനെ നോക്കണേ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. യു വിൽ നോട്ട് ഡു ദാറ്റ്, യു വിൽ നോട്ട് സീ ദാറ്റ്, യു വിൽ നോട്ട് റെക്കഗ്നൈസ് ദാറ്റ്. അതിനേക്കാളും വലിയൊരു ആനന്ദം കിട്ടിക്കഴിഞ്ഞു. കാകം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടി അഖണ്ഡാകാര ശിവഭോഗമെன்றுം തേൻ പൊങ്കിത്തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ. ഒരു സിദ്ധൻ തമിഴില് ഭഗവാന്റെ അനുഭവസ്ഥിതിയെ പറയാണ്. ആത്മസ്വരൂപത്തിന്റെ ആനന്ദ അവസ്ഥയെ അനുഭവിച്ചു. ഇന്നലെ വരെ ഞാൻ കാക്കയെ പോലെ കിട്ടിയ വറ്റിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നു. കാ 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 എന്ന് വിളിച്ച് കൂടെ നടന്ന കാക്കകളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. ഇപ്പതാ അഖണ്ഡാകാരമായിട്ടുള്ളത്, മുറിക്കാൻ പറ്റാത്തതായിട്ടുള്ളത് ആനന്ദ കടലിൽ ഞാൻ വന്ന് വീണിരിക്കുകയാണ്. തേൻ ശിവഭോഗമെன்றுം തേൻ. ഇന്നലെ വരെ കിട്ടിയ വേസ്റ്റിന്റെ സുഖമല്ല ഇത്, സ്വസ്വരൂപ അനുഭൂതി. ആ അനുഭൂതി രസത്തെ അനുഭവിച്ചു. ഏതോ വറ്റ് തേടി വന്നതാണ്, ഏതോ ഒരു ചെറിയ സുഖാനുഭവത്തിന് വന്നു. ഘനീമൃതമായിട്ടുള്ള അനുഭവത്തെ കിട്ടിക്കഴിഞ്ഞു. ഇത് ഹീസ് ഗോയിങ് ടു എക്സ്പ്രസ്. എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. നതത്ര വാഗ്ഗച്ഛതി, അവിടേക്ക് വാക്കെത്തില്ല. പക്ഷെ ഹീസ് ട്രൈയിങ് ടു എക്സ്പ്രസ്. അയ്യോ, നോക്കൂ, ആരും ഈ ആനന്ദത്തിന് ശ്രദ്ധിക്കണില്ല. ഏക ഉരുവായി ഒരേ ഒരു അഖണ്ഡ വസ്തുവായിട്ടിരിക്കണം, ബോധസ്വരൂപമായിട്ടിരിക്കണം. പക്ഷെ ആളുകൾ ഈ ചിന്നി ചിതറി കിടക്കുന്ന വേസ്റ്റിന്റെ പിന്നാലെ ഉള്ള ഓട്ടാണ്. ആ ഓട്ടത്തിലൂടെ അവരെന്ത് സംഭവിക്കണോ? അവർക്ക് പതനം സംഭവിക്കണു. ഈ ആനന്ദം കിട്ടിക്കഴിഞ്ഞു, ഇനി എവിടെയാ ഓടേണ്ടത്? സുഖക്കടൽ പൊങ്ക ചൊല്ലുണർവ് അടങ്കിട ഷുമ്മാ പൊരിന്തിടങ്കരുണാചല. എപ്പോഴാണോ ആനന്ദത്തിന്റെ സുഖക്കടൽ പൊങ്ങണത്, പൊങ്ങിക്കളയണത്, നിറഞ്ഞു തുളുമ്പണത്, ചൊല്ല് ഉണർവ് അടങ്ക. ഈ സംസാര ജീവിതത്തിന് ഒരു സ്റ്റോപ്പ്, ഈ പ്രാണൻ, ഈ ജീവന് ഒരു സ്റ്റോപ്പ്. ചുമ്മാ പൊരുന്തിടങ്ക അരുണാചല. പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അവിടെ നോർമാലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു, ശാന്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് ചിലപ്പോൾ ഈ വിഷയത്തിൽ അനുഭവിക്കണവരും ആയിക്കോട്ടെ, ആത്മസ്വരൂപത്തിൽ ആത്മനിഷ്ഠമായിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചവൻ വിഷയങ്ങളെ അനുഭവിച്ചാലും അവനെ ഒന്നും ബാധിക്കണില്ല. ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു തരണത്. 64-ാമത്തെ ശ്ലോകം. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ആത്മവശ്യൈഹി,
ആരാണോ ആത്മവിചാരം ചെയ്ത് തൻ്റെ സ്വസ്വരൂപ അനുസന്ധാനത്തിലൂടെ ആ ജ്ഞാന നിലയിലെത്തിയത്, ആരാണോ സ്ഥിതപ്രജ്ഞൻ, ഇതാണ് ഭഗവാൻ പറയണത്, സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ്. ആരാണ് നിത്യനിരന്തരം ആത്മരതി ആത്മക്രീഡ, ആത്മാനന്ദത്തിൽ വർദ്ധിക്കണത്, രാഗദ്വേഷവിയുക്തൈഹി, ആത്മനിഷ്ഠനായതുകൊണ്ട് തന്നെ രാഗദ്വേഷങ്ങളൊക്കെ വിട്ടുപോയവർ, ആരോടത്തും ഒരു പ്രീതിയോ ഒരു പ്രത്യേകതയോ ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഒക്കെ ഇല്ലാതായി പോയവന്, ഇന്ദ്രിയൈഹി, ഈ ഇന്ദ്രിയങ്ങളിലൂടെ കൂടി കിട്ടിയ വിഷയാൻ ചരന്തു, ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും, അല്ലേ, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയം വരും, കണ്ണ് കാണും, കാത് കേൾക്കും. രമണ ഭഗവാന്റെ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചു, ഭഗവാനെ ഈ ജ്ഞാനികളൊക്കെ എങ്ങനെ കാണുന്നു, ഭഗവാൻ എങ്ങനെയാ കാണുന്നത്, നമ്മളൊക്കെ കാണുന്നത് പോലെയാണോ, അതൊരു പ്രത്യേക വിഷനൊക്കെയാണോ ഭഗവാനെ വരണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാനും நீங்க எல்லாரும் பார்க்குற மாதிரி தான் பார்க்கறது, ஆனால் நீங்கள் என்னை விட அதிகமாக பார்க்குறீங்க. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും കാണുന്നത്, പക്ഷേ നിങ്ങളൊക്കെ എന്നെക്കാളും അധികം എന്തൊക്കെയോ കാണണു. കാരണം ഏതോ പൊരുളിൽ പോയിട്ട് ഇത് വല്യച്ഛൻ, ചിറ്റപ്പൻ, കുഞ്ഞമ്മ, കൊച്ചച്ഛൻ, ഇങ്ങനെ 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 ഭേദം വയ്ക്കണം. പക്ഷെ ഞാൻ ഒരേ ഒരു സ്വരൂപമാത്രത്തെ മാത്രമാണ് കാണുന്നത്. ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ, ഏതോ ഒരു സ്വരൂപം, ഈശ്വര സ്വരൂപം, അരുണാചലേശ്വര സ്വരൂപം. ഇതാണ് വ്യത്യാസം. അപ്പോ രാഗദ്വേഷങ്ങളൊക്കെ ഇല്ലാതായി ആത്മനിഷ്ഠനായി കഴിയണ ഒരു ജ്ഞാനിക്ക് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ വന്നാലും അത് അകത്തു പോയി പ്രോബ്ലം ഉണ്ടാക്കില്ല. ആ ബോംബെല്ലാം അകത്തു പോയി നിർവീര്യമാവും. കാരണം ആത്മാവിൽ വന്ന് അത് നിർവീര്യമായി പോവും. വിഷയാഞ്ചരന്തു, വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി, അവൻ്റെ സത്യബുദ്ധി, ഏകാത്മമായിട്ടുള്ള ഭാവം, അല്ലേ. മരുഭൂമിയിൽ ഒരു ഡ്രോപ്പ് കൂടെ വെള്ളമില്ലാന്ന് സത്യത്തെ അറിഞ്ഞവന് എത്ര എത്ര വെള്ളം മുന്നിൽ കിടന്നാലും ഹി വിൽ നോട്ട് റെക്കഗ്നൈസ് ഇറ്റ്, ഹി വിൽ നോട്ട് മൈൻഡ് ഇറ്റ്, അല്ലേ. അത് അറിയാത്തിടത്തോളം ഒരു മാന് ഓടി 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 വെള്ളമുണ്ട് വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടണത് പോലെ ചത്തുപോകുന്നു പാവം ശിവശിവ. പോയി വീണ് ചത്തുപോകുന്നു. കാരണം അറിയില്ല, അതിന് വിവേകമില്ല. കാണണതിനെ സത്യമാണെന്ന് കരുതി ഓടുന്നു. ഈ കാണണതിനൊക്കെ ഉണ്മ കൊടുക്കണ പൊരുളിനെ ആര് അറിയണോ അവൻ ഒരിടത്ത് നിശ്ചലമാവണു. അവനിനി വ്യവഹാരം ചെയ്താലും, അതാണ് ശങ്കരാചാര്യസ്വാമി ഭജഗോവിന്ദത്തിൽ പറയണത്, ഭോഗരതോവ യോഗരതോവ സംഗരതോവ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യൈവ. വളരെ അത്ഭുതമായ ഒരു ശ്ലോകമാണത്. ഭോഗരതോവ, ആരെങ്കിലുമൊക്കെ ഭോഗം അനുഭവിച്ച് നിൽക്കണവനായിക്കോട്ടെ, എല്ലാ ഭോഗം സുഖഭോഗങ്ങളൊക്കെ ഉള്ളവനായിക്കോട്ടെ. യോഗരതോവ, യോഗ സാധന ചെയ്ത് ചിത്തവൃത്തികളെയൊക്കെ അടക്കി പിടിച്ച് നിയന്ത്രിച്ചിരിക്കണവനായിക്കോട്ടെ. സംഘരതോവ, ആരടുത്തെങ്കിലൊക്കെ സംഘം കൂടി അറ്റാച്ച്ഡ് ആയി നിൽക്കണവനായിക്കോട്ടെ. സംഘവിഹീന, ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കണ അവധൂതനായിക്കോട്ടെ. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം, ആരാണോ ആ ബ്രഹ്മനിഷ്ഠമായിട്ട് നിത്യനിരന്തരമായിട്ടുള്ള ആ സത്യത്തിനെ അറിഞ്ഞ് അനുഭവിച്ചിരിക്കണവൻ, അവൻ നന്ദതി നന്ദതി നന്ദതിയേവ, അവൻ ആനന്ദിക്കണു ആനന്ദിക്കണു ആനന്ദിക്കണു. ഹി റിജോയ്സസ് ഹി റിജോയ്സസ് ഹി റിജോയ്സസ്. ഒരു ഘോഷം പോലെ പറഞ്ഞു തന്നു ആചാര്യസ്വാമികൾ. അവൻ ഏത് നിലയിലിരുന്നോട്ടെ, അല്ലാത്ത പക്ഷം ബാഹ്യമായിട്ടുള്ള ത്യാഗമൊക്കെ ചെയ്ത് കാട്ടിൽ വസിക്കണവൻ, അവൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാവുകയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവൻ ബാഹ്യമായിട്ട് ഡിറ്റാച്ച്ഡ് ആയി, പക്ഷെ ആന്തരികമായിട്ട് മനസ്സ് ഏതെങ്കിലൊക്കെയോ പോയി സ്റ്റിക്ക് ഓൺ ആയിരിക്കണം. അതേ സമയത്ത് ജനകൻ ഒരു രാജാവ്, സർവസ്വത്ത് സമ്പത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷേ
ഒന്നിനോടും എനിക്ക് മമതയില്ല എന്ന് പറയണോ. പ്രദീപ്തായാം മിഥിലായാം നമേ കിഞ്ചിത് ന പ്രദഹ്യത്തെ. ഈ ഈ മിഥിലാപുരി ഉണ്ടല്ലോ, അങ്ങോട്ട് കത്തിപ്പോയാലും എന്നെ ബാധിക്കണേ ഇല്ല, എൻ്റെ ഒരു അംശം കൂടെ കത്തിപ്പോണില്ല. കാരണം അത് അക്ലേദ്യോയം അദാഹ്യോയം. അതിനെ നനയ്ക്കാനോ അതിനെ ഉണക്കാനോ അതിനെ കത്തിക്കാനോ ഒന്നും പറ്റില്ല. അത് നിത്യനിരന്തരമുള്ള പൊരുളാണ്. അതിനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പ്രസാദമതിഗച്ഛതി. അവൻ ആത്മസന്തുഷ്ടി അനുഭവിക്കണു. ഇത് കറക്റ്റ് നോക്കിയാൽ നമ്മുടെ ഭജഗോവിന്ദമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണ ഒരു ശ്ലോകം. അതിനെയാണ് ഭഗവാൻ പറയണത്. അപ്പോൾ രാഗദ്വേഷത്തെയൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ആത്മനിഷ്ഠമാവണം. ഇതാണ് ഭഗവാനും പറയണത്. മനസ്സടങ്ങണമെങ്കിൽ എന്താ വേണ്ടത്? ഞാനാര് വിചാരം ചെയ്യണം, വേറെ വഴിയേ ഇല്ല. ചുങ്കച്ചാവടി തപ്പാത് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഈ രാഗദ്വേഷമൊക്കെ അല്ലെ, കോപമൊക്കെ എത്ര നേരം നിൽക്കും? കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ കോപിക്കാനേ പാടില്ലായിരുന്നു തോന്നും. ഉള്ളിലൊരു ഇത് വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കോപം വരണത് ആർക്ക് നോക്കുക. ഇതാണ് ഭഗവാന്റെ ടീച്ചിങ്. യാർക്ക് എന്ത് കോപം വരുത്തും, യാർക്ക് എന്ത് അറ്റാച്ച്മെന്റ് വരുത്തും? നമുക്കും വരും ഈ ചോദ്യം. നമ്മുടെ ഉള്ളിൽ നമ്മൾ ചോദിക്കണം, ഇത് ആർക്ക് ഈ അറ്റാച്ച്മെന്റ് വരണു, ആസക്തി വരണു, ആർക്ക് ദേഷ്യം വരണു, ആർക്ക് സങ്കടം വരണു, ആർക്ക് വിഷമം വരണു? നോക്കൂ, ഏതൊന്നിലൊക്കെയാണോ വിഷമം, സങ്കടം, പെയിൻ ഒക്കെ വരണത്, അതൊന്നും ഞാനല്ല. വാസ്തവത്തിൽ വിചാരം ചെയ്ത് നോക്കിയാൽ എന്നെ സ്പർശിക്കണേ ഇല്ല. അപ്പോൾ ഈ വിചാരം ആത്മനിഷ്ഠനായിട്ടിരുന്നിട്ട് വിചാരം ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും ഞാനേ അല്ല. ദെൻ ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്, സഫർ ചെയ്യണത്, പെയിൻ ഉണ്ടാവണത്? ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നേച്ചർ. എൻ്റെ സ്വരൂപമേ അല്ല അത്. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയണത്. ആത്മവിചാരം ചെയ്യൂ, നിത്യനിരന്തരം ആത്മാവിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കൂ, സത്സംഗത്തോടു കൂടി ഇരിക്കൂ. അങ്ങനെ ഇരുന്നാൽ നമുക്ക് പരമലാഭം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാലുള്ള ഫലം എന്താ അല്ലേ? പ്രസാദമതിഗച്ഛതി. ആത്മനിഷ്ഠനായ എന്താ ഫലം? നമ്മളൊക്കെ എന്തിനാ പോയി പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ ശരീരത്തിനൊരു രോഗമൊന്നും ഉണ്ടാവരുത്, ഭഗവാനെ നല്ല സൗഖ്യമായിട്ടിരിക്കാൻ പറ്റണേ, ഭഗവാനെ സദാ ശാന്തമായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റണേ ഭഗവാനെ. ഇങ്ങനെയല്ലേ നമ്മൾ പോയി ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കണത്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്ന ഫലം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിഃ പര്യവതിഷ്ഠത്തെ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിഃ പര്യവതിഷ്ഠത്തെ. പ്രസാദേ, പ്രസാദം എന്ന് പറഞ്ഞാൽ ആത്മസന്തുഷ്ടി, ആത്മലാഭം ഉണ്ടല്ലോ, അനുഭവം. അത് സ്വതസിദ്ധമായിട്ട് നമുക്ക് ഉള്ള പൊരുളാണ്. അതിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മുടെ സ്വഭാവമായിട്ട് വന്നാൽ, അസ്യ ഏതൊരു സത്യനിഷ്ഠനാണോ അത് സ്വാഭാവികമായിട്ട് വരണത് സർവദുഃഖാനാം ഹാനി. അവൻ സർവദുഃഖങ്ങളും, ഏതൊക്കെയാ ഈ സർവദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ? അധ്യാത്മമായിട്ടുള്ള ദുഃഖം, ആദിഭൗതികമായിട്ടുള്ള ദുഃഖം, ആദിദൈവികമായിട്ടുള്ള ദുഃഖം. 3 തരത്തിലെ ദുഃഖമുണ്ട്. ഒന്ന് അധ്യാത്മമായിട്ടുള്ള ദുഃഖം, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഉണ്ടാവുന്ന സഫറിങ്, മനസ്സുകൊണ്ടുണ്ടാവുന്ന സഫറിങ്, എൻ്റെ തോട്ട്സ് കൊണ്ടുണ്ടാവുന്ന സഫറിങ്. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ തന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന പൊരുളുകളിൽ നിന്നുണ്ടാവുന്ന സഫറിങ് അല്ലേ? ആദിദൈവികം എന്ന് പറയണത് ഈ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ഡിസാസ്റ്റർ. മഴ വരണു അല്ലെ, ഒരു പൂജയ്ക്ക് ഇരിക്കുമ്പോൾ മഴ കാരണം പൂജ മുടങ്ങിപ്പോകണു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾ വെളിയിൽ നിന്ന് വരണു, നാച്ചുറൽ ഫിനോമിന വരണു. ഇങ്ങനെയൊക്കെ വരണ ഒബ്സ്റ്റക്കിളാണ് ആദി ദൈവികം. അത് നമ്മുടെ കയ്യിലേ അല്ല. ബാക്കി രണ്ടിനെ നമ്മളെ കയ്യിലുണ്ട് അല്ലേ? മനസ്സിനെ എങ്ങനെ നിയന്ത്രിച്ചു വെച്ചാലാവും. ഇനി തൊട്ടടുത്തിരിക്കുന്നവരെയൊക്കെ നമുക്ക് പരിമിതികളൊക്കെ വെച്ച് നിയന്ത്രിക്കാം ബാഹ്യമായിട്ട്. പക്ഷെ ആദി ദൈവികവും വേണം.
അപ്പോ ഇവിടെ ഭഗവാൻ പറയാണ് സർവദുഃഖാനാം ഹാനിഹി, സർവദുഃഖങ്ങളെയും അവൻ നാശം സംഭവിപ്പിക്കുന്നു, സർവദുഃഖങ്ങളും നശിക്കുന്നു. കാരണം ദുഃഖമാണ് എല്ലാവർക്കും. ഈ ദുഃഖത്തിന് ഒരു നാശം ഉണ്ടാവണം. എപ്പോ ഈ ദുഃഖത്തിന് ഹാനി ഉണ്ടാവണോ അപ്പോഴാണ് വാസ്തവത്തിൽ സുഖാനുഭവം അങ്ങോട്ട് വരണത്. ദുഃഖത്തിന്റെ അവസാനം സുഖമാണ്, ദുഃഖത്തിന്റെ പരിഹാരം സുഖമാണ്. എപ്പോഴാ പരിഹാരമാവണത്? വിഷയങ്ങളിലൂടെയും നമുക്ക് ഈ ദുഃഖത്തിന് പരിഹാരം ഉണ്ട്. അത് അല്പമാണ്. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ദുഃഖം വരും. പക്ഷേ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇനി ദുഃഖമേ ഇല്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയണത് സർവദുഃഖാനാം ഹാനിഹി. പലരും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ജീവിതമല്ലേ, ഇത് ലൈഫല്ലേ? ശരി, ആയിക്കോട്ടെ, അനുഭവിച്ചോളൂ, നോക്കിക്കോളൂ, അല്ലേ? ദുഃഖിച്ചു പോരല്ലേ. ഇത് ദുഃഖത്തിന്റെ അവസാനമാണ്. ഹി എന്തെന്നാൽ പ്രസന്ന ചേതസഹ, പ്രസന്നമായ ചിത്തം, നല്ല ശുദ്ധമായ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് നിർമ്മലമായി ശുദ്ധമായിട്ടിരുന്നാൽ ബുദ്ധി ആശു പര്യവതിഷ്ഠത്തെ, സത്യബുദ്ധി വേഗത്തില് നമ്മുടെ ചുറ്റും തിങ്ങുന്നതായിട്ട് അനുഭവം വരും. സത്യബുദ്ധി കാണുന്നതെല്ലാം സത്യമായിട്ടിരിക്കും. സത്യദർശനം മാത്രമേ അവനുള്ളൂ. എന്ന് വെച്ചാൽ അസത്യമായ ഒന്നിനെ അവൻ കാണണില്ല എന്നർത്ഥം. ഭദ്രത്തിനെ മാത്രം കാണണു. എപ്പോഴാ പറ്റണത് ഭദ്രത്തിനെ മാത്രം കാണൽ? എപ്പോഴാ പറ്റണത്? ആത്മനിഷ്ഠനായ മാത്രമേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എവിടെങ്കിലും നമ്മൾ പോയി കുറ കാണും, അല്ലേ? ഈ പ്രകൃതിയെ ഒരു കുറവാണ്, ഒരു വികൃതിയാണ്. ഇത് ഒന്ന് കൂടിയും ഒന്ന് കുറഞ്ഞൊക്കെ ഇരിക്കും. പട്ടിയുടെ വാല് പോലെയാണ്. കുറവില്ലാത്തത് ഇത് ഏതൊരു പൊരുളാണോ ഈ പ്രകൃതിയെ നിലനിർത്തണത്, ഈ പ്രകൃതിക്ക് കാരണമായിരിക്കണ പൊരുൾ. ജന്മാദി അസ്യ യതഃ, ഏതൊരു പൊരുളാണോ ഈ പ്രകൃതിക്കും ഈ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമൊക്കെ കാരണമായിരിക്കണത്, ലയമായിട്ടിരിക്കണത്, ആ പൊരുളിനെ അറിഞ്ഞാൽ കാണപ്പെടുന്നത് മുഴുവൻ സത്യം മാത്രമായിരിക്കും. സത്യം നദ്വൈതം പശ്യാമി, രണ്ടിനെ കാണയില്ല, ദ്വൈതം കാണയില്ല, കള്ളത്തിനെ കാണയില്ല, അവിടെ സത്യം മാത്രം ദർശിക്കണു. ഇതാണ് ഇതിൻ്റെ ഫലം എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണു. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.